നമ്മുടെ സുഖ ദുഃഖങ്ങളിലെല്ലാം, നമ്മുടെ പ്രയാസങ്ങളിലും നമ്മുടെ പ്രതിസന്ധികളിലുമെല്ലാം നമ്മുടെ കൂടെയുള്ളത് ആരാ? നമ്മെ സഹായിക്കാൻ കഴിവുള്ളവൻ ആരാണ്? നമ്മുടെ ദുഃഖവും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പ്രയാസങ്ങളും എല്ലാം ഇറക്കി വെക്കാൻ ഏറ്റവും പ്രാപ്തമായ ഒരു അത്താണി ഏതാണ്? നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർണയിച്ചു തരാൻ, സഡൻ അതിനുത്തരം നൽകാൻ, അത് പരിഹരിച്ചു തരാൻ കഴിവുള്ളവൻ ആരാണ്? അത് നമ്മുടെ റബ്ബാണ്. നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാരാണ്? നമ്മുടെ വാപ്പയല്ല, നമ്മുടെ ഉമ്മയല്ല, നമ്മുടെ ഭാര്യയല്ല, നമ്മുടെ സന്താനങ്ങളല്ല. അവൻ നമ്മുടെ കണ്ഠനാടിയേക്കാൾ നമ്മുടെ അടുത്ത് നിൽക്കുന്നവനാണ്. വഹുവ അഖ്റബു ഇലയ്യ മിൻ ഹബിലിൽ വരീദ്. എൻ്റെ ഈ ജീവനാടി ഉണ്ടല്ലോ, കണ്ഠനാടി, ഈ കണ്ഠനാടിയേക്കാൾ എൻ്റെ സമീപസ്ഥനായിട്ടുള്ള, എൻ്റെ അടുത്ത് നിൽക്കുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന, എന്നോട് ചേർന്ന് നിൽക്കുന്ന, ഞാൻ എപ്പോൾ വിളിച്ചാലും വിളി കേൾക്കുന്ന, ഞാൻ എപ്പോഴും കണ്ണീരൊലിപ്പിച്ചാൽ എൻ്റെ കണ്ണിനീര് കാണുന്ന, എൻ്റെ സങ്കടം കാണുന്ന, എൻ്റെ സന്തോഷത്തിലും എൻ്റെ സന്താപത്തിലും എൻ്റെ കൂടെയുള്ള ഇന്ന മഈ റബ്ബി, എൻ്റെ റബ്ബ് എന്നോട് കൂടെയുണ്ട്. എനിക്കേത് പാതിരാത്രിയിലും എൻ്റെ റബ്ബിനെ വിളിക്കാം. അതിൽ പക്ഷെ എൻ്റെ ഉപ്പയെ വിളിച്ചാൽ കേൾക്കൂല, എൻ്റെ ഉമ്മയെ വിളിച്ചാൽ കേൾക്കൂല, എൻ്റെ മക്കളെ വിളിച്ചാൽ കേൾക്കൂല. ഞാൻ വിജനമായ ഒരു സ്ഥലത്താണ്, ആരുടെയും സാന്നിധ്യമില്ലാത്ത വിജനമായ ഒരു മരുപ്പറമ്പിലാണ് എങ്കിൽ അവിടെയും ഞാൻ വിളിച്ചാൽ എൻ്റെ റബ്ബ് വിളി കേൾക്കും. ആരാരുമില്ലാത്ത ഒരു ദേശത്ത് ഒറ്റക്കാക്കിപ്പോയ ഹാജറ ഇസ്മായിൽ, ആ ഹാജറ ബീവി വിളിച്ച വിളിക്ക് അല്ലാഹു ഉത്തരം നൽകിയതാണ് പരിശുദ്ധമായ കഅബാലയം, പരിശുദ്ധമായ സംസം എന്ന വെള്ളം. സഹോദരങ്ങളെ ഓർക്കണം, അവിടെ ആരുണ്ടായിരുന്നില്ല സഹായിക്കാൻ. അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, കഷ്ടപ്പാട്. ഇപ്പൊ ഇവിടെ ഇരിക്കണ ഞാനും നിങ്ങളൊക്കെ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് പ്രയാസങ്ങളും മനസ്സിൽ പേറി നടക്കുന്നതാണ്. ഇന്ന് രാവിലെ വന്നിട്ടൊരു സഹോദരൻ പറയാണ്, എൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയി, എനിക്കിനി ആരാ ഉള്ളത്? എൻ്റെ ഭാര്യ എന്നെ നോക്കിയതുപോലെ, എൻ്റെ പ്രയാസങ്ങളിൽ എൻ്റെ കൂടെ എന്നതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടാവോ? നമുക്ക് നമ്മുടെ രഹസ്യങ്ങളിൽ മക്കൾ പോലും നിൽക്കൂല. അങ്ങനെ ആരാ ഉള്ളത്? സങ്കടമാണ് ഓരോ മനുഷ്യന്റെയും പ്രയാസം. ഇവിടെ വിങ്ങിപ്പൊട്ടുന്ന മനസ്സുകളുണ്ടാകും, ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുന്ന മനുഷ്യന്മാരുണ്ടാകും. അങ്ങ് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗസയിൽ നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും കുഞ്ഞു മക്കളും അടക്കം എപ്പോഴാണ് ബോംബർ വിമാനങ്ങൾ ആകാശത്തുകൂടി വട്ടമിട്ട് പറന്ന് തലയ്ക്ക് മീതെ ബോംബ് വർഷിക്കുന്നത് എന്ന് പറയാൻ പറ്റാത്ത പ്രതിസന്ധിയിലാണവർ. ഇന്ന് വൈകുന്നേരമാകോ നാളെ നേരം പുലരുമോ എന്നവർക്ക് പറയാൻ പറ്റൂല. ഇനി ഒരു പ്രതിസന്ധി ഇല്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ആരോഗ്യത്തോടെ ഗാത്രരായ ചെറുപ്പക്കാർ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ജോലി സ്ഥലത്ത് കടയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ, നീന്തൽ കുളങ്ങളിൽ, ഓട്ട മത്സരങ്ങളിൽ, മൈതാനങ്ങളിൽ ഒക്കെ കുഴഞ്ഞു വീഴുന്നില്ലേ? അതുവരെ ഒരു രോഗലക്ഷണവും കാണിക്കാത്തവർ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായി രോഗത്തിന്റെ കാരണം പോലും പ്രവചിക്കാൻ പറ്റാത്ത വിധം മരണപ്പെട്ടു പോകണില്ലേ? എന്താ നമ്മുടെ അവസ്ഥ? സഹോദരങ്ങളെ, ഈ സമയത്തൊക്കെ നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മുടെ വിളിക്കുത്തരം നൽകാൻ ആരുണ്ട്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ആ റബ്ബിനെ ചേർത്ത് പിടിക്കുക, ആ റബ്ബിനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുക. പള്ളിയിൽ വരുമ്പോൾ അള്ളാന്റെ മുന്നിൽ തക്ബീർ കെട്ടുമ്പോൾ മാത്രമല്ല,